സുഗന്ധവ്യഞ്ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ. നമ്മൾ വെജ് ഐറ്റംസിലും നോൺ വെജ് ഐറ്റംസിലും ഒക്കെ ചേർക്കുന്നതാണ്. ഇപ്പം ഗ്രാമ്പൂ, കറുവപ്പട്ട, കുരുമുളക്, ജാതിക്ക ഇതൊക്കെ പൊടിച്ച് നമ്മൾ ഗരം മസാല രൂപത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എല്ലാ കറികളിലും വെജ് കറികളിലൊക്കെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു രുചിയും മണവും കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗ്രാമ്പൂവിൻ്റെതായ ഗുണങ്ങളുണ്ട്, കറുവപ്പട്ടയ്ക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഓരോന്നിനും ജാതിക്കയാണെങ്കിൽ ജാതിക്കയുടേതായ ഗുണങ്ങളുണ്ട്, കുരുമുളകിൻ്റെതായ. നമ്മളൊരു പുളിസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൊടിയൊക്കെ അങ്ങ് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ഈ 4 എണ്ണവും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഓൾ സ്പൈസസ് എന്ന് വിളിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ സർവ്വസുഗന്ധി അറിയപ്പെടുന്ന ഈ മരം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 സ്പൈസസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട, കുരുമുളക്, ജാതിക്ക, ഇവ 4ൻ്റെയും ഗുണവും മണവും രുചിയും എല്ലാം കൂടെ ഒത്തുചേർന്ന ഒന്നാണ് നമ്മുടെ ഈ ഓൾ സ്പൈസസ് എന്ന് പറയുന്നത്. സർവ്വസുഗന്ധി എന്ന പേര് വരാൻ കാരണം അതാണ്. ഈ സ്പൈസസിൻ്റെ എല്ലാം ഗുണവും മണവും എല്ലാം ഇതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ, ഈ കൂമ്പിലകൾ ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ എല്ലാം സ്മെല്ല് വരും. ഇതൊന്നും നമ്മൾ വായിക്കകത്തിട്ട് ചവച്ചാലും അതെ, നമ്മുടെ വായിക്കൊരു നല്ല ഫ്രഷ്നെസ്. ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ എടുക്കുക, നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകൾ എടുത്തിട്ട് ഒന്ന് വായിലിടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു വായുടെ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നല്ലോണം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കായാണ് നമ്മൾ പ്രധാനമായിട്ടും സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പച്ചയ്ക്കാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ആ പച്ചയ്ക്ക് പറിച്ചെടുക്കുന്ന കായ അത് ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ഒരു തവിട്ട് കളറാവും. അതൊരു കുരുമുളക് മണിയുടെ വലിയ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു വലിപ്പം വയ്ക്കും. അത് പൊടിച്ചും അതേപോലെ തന്നെ ആ കായ അങ്ങനെ തന്നെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാം. നോൺ വെജ് ഐറ്റംസ് ആയാലും അതേപോലെ തന്നെ വെജ് ഐറ്റംസ് ആയാലും എന്താണെങ്കിലും പോർക്ക്, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്മെല്ലും, കാരണം ഇതൊന്ന് വായിലിടുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഗ്രാമ്പൂ ഒക്കെ വായിലിടുമ്പോൾ ഒരു നാക്കൊക്കെ ഒരു പൊള്ളുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. കാരണം ഇത് ഇല ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ഗ്രാമ്പൂൻ്റെയും ജാതിക്കയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ എടുക്കാം. ഇതിൻ്റെ കാ മാത്രമല്ല, ഇതിൻ്റെ ഇലകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൂമ്പിലകളുണ്ടല്ലോ, ഇങ്ങനെ കൂമ്പ് വരുന്ന ഇലകൾ ബേ ലീഫ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാം. നോൺ വെജും വെജും ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത്, സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ നമുക്ക് ജാം, ജെല്ലി, കേക്ക്, പുഡിങ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സുഗന്ധവ്യഞ്ജനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മധ്യ അമേരിക്ക, കരീബിയൻ ദ്വീപുകൾ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കരീബിയൻ നാടായ ജമൈക്ക എന്ന് പറയുന്ന ദ്വീപുണ്ടല്ലോ, അവിടെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ജമൈക്കൻ ജെർക്ക് മസാല എന്ന് പറഞ്ഞൊരു മസാലക്കൂട്ട് തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഓൾ സ്പൈസസ് എന്ന് പറയുന്ന ഈ ഒരു കായാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഔഷധ ഗുണങ്ങളും, നമുക്ക് ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മരത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇതൊരു 7 മുതൽ 10 മീറ്റർ വരെയൊക്കെയാണ് ഈ ഒരു മരം ഉയരം വെച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെൺവൃക്ഷങ്ങളിലാണ് ഇതിൻ്റെ കായ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കായ നമുക്ക് പച്ചയായിരിക്കുമ്പോൾ പറിച്ച് ഉണക്കിയെടുത്ത് വയ്ക്കാം. നമുക്കത് പൊടിച്ചും നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആ ഉണങ്ങിയ നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്ന പോലെ തന്നെ കറികളിൽ ഇട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ പൊടികൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊടികളുടെ ആ ഫ്ലേവർ പെട്ടെന്ന് നഷ്ടപ്പെടും. കുരുമുളക് പോലെ അങ്ങനെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറികളിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറെ നേരം അതിൻ്റെ സ്മെല്ലും ആ ഒരു ടേസ്റ്റും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ വയറുമായി ബന്ധപ്പെട്ട മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ സഹായിക്കുന്ന, പരമ്പരാഗതമായി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്ന സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. നമ്മുടെ വയറുവേദന, നെഞ്ചരിച്ചിൽ, ദഹന പ്രശ്നങ്ങൾ ഇതിനൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേദനകൾ, വയറുവേദന, പല്ലുവേദന അങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കാരണം ഇതിനകത്ത് യൂജനോൾ എന്ന് പറയുന്ന, വേദനകളെ ശമിപ്പിക്കാൻ കഴിയുന്ന യൂജനോൾ എന്ന് പറയുന്ന ഒരു എണ്ണ ഈ നമ്മുടെ ഇതിൻ്റെ ഇലയിലും കായിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. 1621 ജോൺ പാർക്കിൻസൺ എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ ഒരു സസ്യത്തിന് നമ്മൾ ഓൾ സ്പൈസസ് എന്ന പേര് കൊടുത്തത്. കാരണം ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിക്ക, കുരുമുളക് ഇതിൻ്റെ എല്ലാ സ്മെല്ല് അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം അന്ന് ഈ ചെടിക്ക് സർവ്വസുഗന്ധി അല്ലെങ്കിൽ ഓൾ സ്പൈസസ് എന്ന പേര് കൊടുക്കാനുള്ള കാരണം. നമ്മൾ ഈ സർവ്വസുഗന്ധിയുടെ കായ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ കരീബിയൻ ദ്വീപായ ജമൈക്കയിലാണ്. അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മസാലക്കൂട്ടാണ് ജമൈക്കൻ ജെർക്ക് മസാല എന്ന് പറയുന്നത്. അപ്പോൾ ജമൈക്കയിലെ ജെർക്ക് മസാല, ആ ജെർക്ക് മസാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്
നമ്മുടെ ഈ എന്താണ് സർവ്വസുഗന്ധിയാണ്. അതിൻ്റെ കായും അതേപോലെ തന്നെ സ്കോച്ച് ബോണറ്റ് പെപ്പർ, അത് സ്കോച്ച് ബോണറ്റ് മുളക് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിലൊന്നാണ് സ്കോച്ച് ബോണറ്റ് മുളക് എന്ന് പറയുന്ന പെപ്പർ. അപ്പോൾ അതും അതേപോലെ തന്നെ തൈം ഇല ലീവ്സ്, തൈം ഇലകളുണ്ടല്ലോ, തൈം എന്ന് പറയുന്ന ആ ചെടിയുടെ ലീവ്സ്, ഡ്രൈഡ് ലീവ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒണിയൻ, സ്പ്രിങ് ഒണിയൻ, ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ്. അതിന് പ്രധാനമായിട്ടും അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ സർവ്വസുഗന്ധി എന്ന് വിളിക്കുന്ന ഈ ഓൾ സ്പൈസസ് ആണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു മസാലക്കൂട്ട് നമ്മുടെ ചിക്കനിലും അതേപോലെ തന്നെ പോർക്കിലും ഫിഷിലും ഒക്കെ പുരട്ടിയിട്ട് അത് ഗ്രില്ല് ചെയ്ത് കഴിക്കും. അത് ഗ്രില്ല് ചെയ്യുമ്പോൾ സ്മോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഓൾ സ്പൈസസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലയും അതേപോലെ തന്നെ കമ്പുകളും ഒക്കെയാണ് പുകയ്ക്കാനായിട്ട്, അതിന് സ്മോക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മസാലയുടെ ഒരു ഫ്ലേവറും ഈ തടിയുടെ ഒരു സ്മെല്ലും എല്ലാം കൂടെ കൂടിയിട്ട് ആ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു, കാരണം കുറച്ച് എരിവും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മസാലയാണ് ഈ ജെർക്ക് മസാല, ജമൈക്കൻ ജെർക്ക് മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഈ തടിയും ഇലയും പോയിക്കുമ്പോഴത്തേനും സ്മോക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിന് കിട്ടും. ഇത് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ കേക്കുകൾ, പുഡിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, നമുക്കൊരു നല്ല അടിപൊളി ഔഷധ ചായ, ഒരു ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കാനും വളരെ നല്ല ഒന്നാണ് നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കില്ല, അതുപോലെ കറുവപ്പട്ട ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും, ഗ്രാമ്പു ഇട്ട് ചായ ഉണ്ടാക്കി കുടിക്കും. പല വെറൈറ്റി ചായകളും നമുക്ക് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഔഷധ ചായയാണ് നമ്മുടെ സർവ്വസുഗന്ധി ചായ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കുന്ന, ഇതിൻ്റെ നമ്മൾ ചെടി നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇല പറിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇല പറിച്ച് നന്നായിട്ട് കൂമ്പലകൾ എടുക്കുക, നല്ല വൃത്തിയുള്ള ചെറിയ കിളുന്തലകളില്ലേ അതെടുക്കുക. വെള്ളം അടുപ്പേ വെച്ചതിന് ശേഷം ഇത് ഇലകൾ വൃത്തിയാക്കി ഒന്ന് 2-3 കീറി അതിനകത്തേക്ക് ഇട്ട് കുറച്ച് നമുക്ക് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കേണ്ടത് ഷുഗർ ചേർക്കാതിരിക്കുക. നമ്മൾ ശർക്കര, പനങ്കൽക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ തേൻ ചേർക്കാം. വെള്ളം ചായ ഒന്ന് ചെറുതായിട്ട് ചെറു ചൂടിൽ തേനാകുമ്പോഴത്തേക്കും ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കായാണ് ചേർക്കുന്നതെങ്കിൽ അത് നമ്മൾ കുരുമുളകൊക്കെ ചതച്ചിട്ട് ചായ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കുക. എന്നിട്ട് ചായക്കകത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അത് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, വയറുവേദന ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് യൂജനോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പേശിവേദന, വയറുവേദന അങ്ങനെയുള്ള വേദനകൾക്കും ഒരു പരിധി വരെ കുറയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് തണുപ്പ് കാലാവസ്ഥയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുള്ള മഴ സമയത്ത് അങ്ങനെയുള്ള ആ ഒരു സമയത്തൊക്കെ നമുക്ക് ശരീരത്തിന് ചൂട് ലഭിക്കാനും അതേപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെറിയ ചെറിയ തലവേദനയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനൊക്കെ ആയിട്ട് ഈ ഒരു ഹെർബൽ ടീ വളരെ നല്ല ഒന്നാണ്. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ചെടി കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കണം. നമുക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു ടബിലോ മറ്റേ വെച്ചിട്ട് അതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. ചെറിയൊരു ബുഷ് ചെടിയായിട്ട് അതവിടെ വളർന്ന് നിന്നോളും. അതിൽ കായും ഉണ്ടാവും. അതിൻ്റെ ഇലകൾ നമുക്ക് വീട്ടിലെ കറിക്കാണെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെടിയാണ് നമ്മുടെ ഈ സർവ്വസുഗന്ധി അല്ലെങ്കിൽ ഓൾ സ്പൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മധ്യ അമേരിക്ക അല്ലെങ്കിൽ അവിടുത്തെ അതാണ് അവരുടെ സ്വദേശമെങ്കിലും കരീബിയൻ നാടുകളൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വ്യാപകമായി കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്, നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ വീട്ടിൽ വാങ്ങി വയ്ക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പിമെൻറ്റ ഡയോയിക്ക എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.